എല്ലാവർക്കും മനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇളനീർ കൊണ്ട് നല്ലൊരു പുഡിംഗ് ആണ്. ഇളനീർ എന്ന് പറഞ്ഞ കരിക്ക് നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് കരിക്ക്. കരിക്ക് വെച്ചിട്ട് ഗ്ലാസ് മിറർ പോലെയുള്ള നല്ല പുഡിംഗ് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പം അതെങ്ങനെ ചെയ്യാന്നുള്ളത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ജലാറ്റിൻ കുതിരാനിടണം. ജലാറ്റിൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ജലാറ്റിൻ നമുക്ക് കുതിരാനിടാം. 3 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊരു 3-4 ലെയറായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ലെയറിലേക്കും ജലാറ്റിൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ജലാറ്റിൻ നന്നായിട്ട് കുതിരാനിടണം. ഇതൊരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ കുതിരാനിടുക. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇതിവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു സെറ്റ് ഇപ്പോൾ തന്നെ ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെയർ ചെയ്യാനുള്ളത് എടുക്കാം. ആദ്യത്തെ ലെയർ ഞാൻ ചെയ്യാൻ പോകുന്നത് കരിക്കിൻ്റെ വെള്ളം വെച്ചിട്ടാണ്. അപ്പോൾ കരിക്കിൻ്റെ വെള്ളം ചൂടാക്കി എടുക്കണം ഈ ജലാറ്റിൻ എടുത്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുക്കുക. ഈ സോസ് പാനിലേക്ക് കരിക്കിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ 1/4 കപ്പ് ഉണ്ട്. ഒരു കരിക്കിൻ്റെ വെള്ളമാണ്, അതിൽ 1/4 കപ്പ് ഉണ്ട്. ഈ 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇത് 2 കപ്പ് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ 1/4 കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് എടുക്കുന്നത്. അത് ചേർത്തേശം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കരിക്കിൻ്റെ മധുരം പോരാ, കുറച്ചും കൂടി മധുരം വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഓൾറെഡി ഈ കരിക്കിൻ്റെ വെള്ളത്തിന് നല്ല മധുരം ഉണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഈ ജലാറ്റിൻ മാത്രം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ ജലാറ്റിൻ്റെ തരികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. ഇത് നന്നായിട്ട് തള വന്നിട്ടുണ്ട്. തള വന്നു കഴിഞ്ഞ് സ്പൂൺ വെച്ചിട്ട് നോക്കുക, ഇതിൻ്റെ തരികളെല്ലാം നന്നായിട്ട് മെൽറ്റായി പോയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് തരികളൊന്നുമില്ല, എല്ലാം നന്നായിട്ട് മെൽറ്റായി പോയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ലെയറിൻ്റെ പുഡിങ് സെറ്റ് ചെയ്യാം. ഫസ്റ്റത്തെ ലെയർ ചെയ്യാനായിട്ട് ഞാനൊരു വൈൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. വൈൻ ഗ്ലാസ്സിലാണെങ്കിൽ ഒരു 3 ലെയറൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ബൗളിലാണെങ്കിൽ കുറച്ച് കൂടുതൽ ലെയർ നമുക്ക് ചെയ്തെടുക്കാം. പക്ഷെ കഴിക്കാൻ എളുപ്പം വൈൻ ഗ്ലാസ്സിലാണ്. അപ്പോൾ ആദ്യം വൈൻ ഗ്ലാസ്സിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്ര കനം നിങ്ങൾക്ക് തീരുമാനിക്കാം. അതനുസരിച്ചിട്ട് കരിക്കിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതേപോലെ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബൗളിൽ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴിക്കണം, എന്നാൽ മാത്രമാണ് ലെയർ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇനി ഇച്ചിരികോളം ബാക്കിയുണ്ട്, ഞാനത് മാറ്റി വെക്കുകയാണ്. ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. പക്ഷെ നേരിട്ട് വെക്കരുത്, ഇതിൻ്റെ സ്റ്റീം ഒന്ന് പോയിട്ട് വേണം ഫ്രീസറിനകത്ത് വെക്കാനായിട്ട്. നേരിട്ട് വെച്ചാൽ ഈ ചൂടോട് കൂടി ഇതങ്ങനെ ഫ്രീസറിനകത്ത് വെക്കാൻ പാടില്ല, കാരണം ഫ്രിഡ്ജ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവാൻ ഇടയുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ലെയർ ഞാൻ ചെയ്യുന്നത് കോക്കനട്ട് മിൽക്കിലാണ്. ഇത് കുടിക്കാൻ പറ്റുന്ന കോക്കനട്ട് മിൽക്കാണ്. ഇതിങ്ങനെ പാക്കറ്റ് ജ്യൂസ് മാതിരി തന്നെ വരുന്നതാണ്. അതിനകത്ത് സ്ട്രോബെറിൻ്റെ ഫ്ലേവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാ പാലായാലും എടുത്താൽ മതി. അതിനകത്ത് പഞ്ചസാര ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്തിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഡൈല്യൂട്ട് ചെയ്ത് വെച്ച ജലാറ്റിൻ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതല്ല നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് ചേർക്കാൻ ഇഷ്ടമാണ്, കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളികേരം പിഴിഞ്ഞതിൻ്റെ 1/4 പാൽ എടുക്കുക. അതിനകത്തേക്ക് നന്നായിട്ട് പഞ്ചസാര ചേർക്കുക. പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നോണ്ട് തന്നെ ഈ ഡൈല്യൂട്ട് ചെയ്ത് വെച്ച ജലാറ്റിൻ എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുക്കുക. അതും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ആ ജലാറ്റിനൊക്കെ നന്നായിട്ട് ചെറിയ ചെറിയ തരികളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സായി പൊക്കോളും. എന്നിട്ട് അത് നെക്സ്റ്റ് ലെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതാണ്. ഇത് സ്ട്രോബെറിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ നേരത്തെ വൈൻ ഗ്ലാസ്സിലും അതേപോലെ ഒരു ബൗളിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെയറിൻ്റെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിന് നിങ്ങളുടെ ലെയറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ മതിയായിരിക്കും. 2 or 3 ആവാം കേട്ടോ. ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഫസ്റ്റത്തെ ലെയർ ചെയ്തോണം തന്നെയാണ് ഇനിയുള്ള ലെയറുകളെല്ലാം ചെയ്തത്, മാറ്റമൊന്നുമില്ല.
ചേർത്തിട്ട് പിന്നെ മധുരം ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. പിന്നെ പഞ്ചസാര വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ആദ്യത്തെ ചെയ്ത ലെയർ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ. ഫ്രീസറിനകത്താണ് വെച്ചത്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ലെയറായി വന്നിട്ടുണ്ട്. ഇനി ഈ ലെയറിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ലെയറിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഒഴിക്കാൻ പാടില്ല. സോഫ്റ്റായിട്ട് ഇരിക്കുന്നതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചൂടുള്ളതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. പതുക്കെ ഒഴിച്ചു കൊടുക്കുക. വളരെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസും അതേപോലെ തന്നെ ബൗളിൻ്റെ മുകളിലോട്ടും ബൗളിൻ്റെ ഈ സെറ്റ് ഫസ്റ്റത്തെ ലെയറിൻ്റെ മുകളിലോട്ടും ഇതേപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ കനത്തിനനുസരിച്ച് രണ്ടാമത്തെ ലെയറായിട്ട് എടുക്കുക. ഇതിപ്പോൾ രണ്ടാമത്തെ ലെയർ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബബിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബബിൾസ് വരുമ്പോൾ അതൊന്നുമില്ലെങ്കിൽ പൊട്ടിച്ച് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് എങ്ങാനും കോരി എടുത്തിട്ട് കളയുക. ഈ ബബിൾസോട് കൂടി തന്നെ നിങ്ങൾ ഫ്രീസറിനകത്ത് വെച്ച് സെറ്റാക്കാൻ വെക്കരുത്. അതുകൊണ്ട് അത് കോരി കളയുക. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിച്ച് കളയുക എന്നും ചെയ്യാം. റിമൂവ് ചെയ്യുക എങ്ങനെയാണുള്ളത്. ഇനി ഇത് ഫ്രീസറിനകത്ത് വെച്ച് സെറ്റാക്കുക. ഇതിപ്പോൾ രണ്ടാമത്തെ ലെയറും നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ലെയർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് മൂന്നാമത്തെ ലെയർ ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ ലെയർ ഞാൻ ചെയ്യുന്നത് കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് കരിക്കിൻ്റെ പീസസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ ഫസ്റ്റത്തെ സെക്കൻഡാമത്തെ ലെയർ ചെയ്തോണ്ട് അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തതാണ്. ഇതും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല ചൂടായിട്ടുള്ളതാണ്. അപ്പോൾ അതും ഈ സോഫ്റ്റ് ആയിട്ടുള്ള ലെയറിൻ്റെ മുകളിലോട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഗ്ലാസ്സിലേക്ക് എനിക്ക് 3 ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ ഗ്ലാസ് ഫില്ലാവും. പതുക്കെ ഒഴിക്കുക. ഇനി ഈ ബൗളിൻ്റെ മുകളിലോട്ടും ഇത് ഒഴിച്ചു കൊടുക്കുക. ഈ ബൗളാവുമ്പോൾ നമുക്കൊരു 4-5 ലെയർ ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് എൻ്റെ ബൗളിനകത്ത് എനിക്ക് ഒരു ലെയറും കൂടി ചെയ്യാനുള്ളതുണ്ടായിരിക്കും. നിങ്ങൾ എടുക്കുന്ന ബൗളിൻ്റെ ആ ഒരു വലിപ്പമൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് 3-4 ലെയറൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം. ഈ മൂന്നാമത്തെ ലെയറും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ബാക്കി കോക്കനട്ട് മിൽക്കിൻ്റെ അത് ചേർക്കാനുള്ളതുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. പക്ഷേ ഈ വൈൻ ഗ്ലാസ്സിൽ ചെയ്തതിലേക്ക് ഇനിയില്ല. ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതാകുമ്പോൾ കഴിക്കാനായിട്ട് എളുപ്പമാണ്. സ്പൂൺ വെച്ച് കോരി തന്നെ നമുക്ക് 3 ലെയറിനും നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇത് കണ്ടില്ലേ, 3 ലെയർ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇത് കരിക്കിൻ്റെ വെള്ളം ചെയ്തതാണ് ഫസ്റ്റത്തെ ലെയർ കാണുന്നത്. ഇത് രണ്ടാമത്തെ ലെയർ പാലിൻ്റെ ചെയ്തത്. അത് സ്ട്രോബെറിൻ്റെ ഫ്ലേവർ ആയ കാരണം ഒരു റോസ് കളറിൽ കാണുള്ളൂ. നിങ്ങൾ പാൽ മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ കാണും. പിന്നെ നമ്മുടെ കരിക്കിൻ്റെ ആ ഒരു പീസസ് ഒക്കെ ചെയ്ത മൂന്നാമത്തെ ലെയർ. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള പാലിനും ഒരു ഇച്ചിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ മുകളിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ലെയറിന് അത് ഉണ്ടാവത്തുള്ളൂ, അധികം ഉണ്ടാവില്ല. ഒരു ഇച്ചിരിക്കോളം കനത്തിൽ അത് കിട്ടത്തുള്ളൂ. അതും ബബിൾസ് ഇല്ലാതെ വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ബബിൾസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, എന്നിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ എല്ലാം ഇവിടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. വൈൻ ഗ്ലാസിൻ്റെ നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു സ്പൂൺ വെച്ച് കോരിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ 3 ലെയറിൽ നിന്നും ഉള്ളിൽ നിന്ന് എടുക്കാൻ സാധിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കരിക്കിൻ്റെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കരിക്കൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ബൗളിൽ ചെയ്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൗളിൽ ചെയ്തത് ഒരു 4 ലെയറിനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഒരു നൈഫ് എങ്ങാനും വെച്ച് ഇതിൻ്റെ റൗണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ചുറ്റിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, ഇടയിൽ നിന്നെങ്ങാനും ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് ഇടയിൽ നിന്നെങ്ങാനും ചെത്തി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കിയും കണ്ടും അത് ചെയ്തു കൊടുക്കുക. കാരണം മുന്നേ ഞാൻ ചെയ്തിരുന്ന സമയത്ത് മുഴുവൻ എനിക്കിങ്ങനെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ ചെത്തിപ്പോയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ ഒരു പാത്രം എടുക്കുക. ഒരു പാത്രം എടുത്തിട്ട് ഇതേപോലെ ഞാനൊരു പ്ലേറ്റാണ് എടുക്കുന്നത്. അതിങ്ങനെ കമത്തി വെക്കുക ഇതിൻ്റെ മുകളിലോട്ട്. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചു കൊടുത്താൽ മതി. മറിച്ചു കൊടുത്താൽ അത് അതിലേക്ക് വീണോളും. പുഡിങ് ആ പ്ലേറ്റിലേക്ക് തന്നെ വീണോളും. നമ്മൾ സൈഡൊക്കെ പിടിച്ചു കൊടുത്തത് കാരണം പെട്ടെന്ന് തന്നെ അടിയിലേക്ക് ഇങ്ങനെ അത് പോന്നോളും. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല സോഫ്റ്റ് ആണ്. ഇങ്ങനെ പ്ലേറ്റ് ഇങ്ങനെ അനക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസി അല്ലേ. പിന്നെ മധുരം വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. കരിക്കിൻ്റെ വെള്ളമൊക്കെ സാധാരണ എല്ലാവരും കഴിക്കുന്നതല്ലേ.